ഇനി ജാഗ്രത കാണാം. കണ്ണൂർ പഴയങ്ങാടിയിൽ 8 മാസം പ്രായമായ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടപ്പിച്ച് പോലീസ്. മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. സുമേഷ് മോറാഴ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു ആശ്വാസകരമായ ഒരു കാര്യമെന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണോ പോലീസ്? രഞ്ജിത്ത്, ഇപ്പോ കുട്ടിയുടെ അപകടനില തരണം ചെയ്തു എന്നാണ് ഡോക്ടർ നന്ദകുമാർ അറിയിച്ചത്. ഞാൻ ഇന്നലെ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. എന്നാൽ കുട്ടി ഇപ്പോഴും ഈ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയാണ്. ചെറിയ കുട്ടിയാണ്, 8 മാസം മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൂടുതൽ നിരീക്ഷണം ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റു രീതിയിലേക്ക് ഡോക്ടറെ കടക്കുക. അതിനിടെ ഈ കുട്ടി മരുന്ന് മാറി നൽകിയ ഈ പഴയങ്ങാടി ഖദീജ മെഡിക്കൽ ഷോപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയാണ്. ഉടമ ഈ പഴയങ്ങാടി സ്വദേശിയാണ് ഇസ്മയിലിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഇന്നലെ യുവജന സംഘടനകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഈ ഷോപ്പിലേക്ക്, മെഡിക്കൽ ഷോപ്പിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. DYFI, അതുപോലെ യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, യുവജന സംഘടന ഉൾപ്പെടെ ഈ മാർച്ചിൽ പങ്കെടുത്തത്. ഈ നെയ്യും ബോർഡിൽ ഉൾപ്പെടെ കരിയോ പിന്നെ ഒഴിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായത്. അതിനിടെ ഈ വിവാദമായ മെഡിക്കൽ ഷോപ്പ് പോലീസ് താൽക്കാലികമായി അടപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ വിവരം. പിന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഷോപ്പിലേക്ക് നടക്കാനുള്ള സാധ്യത ഈ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് അത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ ഷോപ്പ് അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സുമേഷ്, മറ്റു കാര്യം, ഈ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ മെഡിക്കൽ സ്റ്റോറിന്റെ പിഴവ് തന്നെയാണ് പൂർണ്ണമായും ഈ കുട്ടിയുടെ ആരോഗ്യനില വഷളാകാൻ കാരണമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ? മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറയുന്നുണ്ടോ? പിഴവ് സംഭവിച്ചത് അവിടെ തന്നെയാണെന്നുള്ളതാണല്ലേ? അതെ, പരിശോധിച്ച ഡോക്ടർ തന്നെ അത് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ചികിത്സിച്ച ഡോക്ടർ ക്ലിനിക്കിൽ ഡോക്ടറെ കണ്ടപ്പോൾ ഇവരോട് പറഞ്ഞത്, രക്ഷിതാക്കളോട് പറഞ്ഞത് അവിടെ ഇതിന്റെ ഡോസ് കൂടി എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് കുട്ടിക്ക് കൊടുക്കേണ്ട ഡോസ് അല്ല ഈ കുട്ടിക്ക് കൊടുത്തത്. 8 മാസം പ്രായം മാത്രമേ ഉള്ളൂ. അതിന് സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുത്തു. അപ്പോൾ അതിനുണ്ടായ ആ വേരിയേഷനാണ് കുട്ടിക്ക് ഇത്തരം ഒരു അപകടത്തിലേക്ക് പോയത് എന്നാണ് ഡോക്ടർ തന്നെ ഈ രക്ഷിതാക്കളോട് പറഞ്ഞത്. അതിനെ തുടർന്നാണ് കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇന്നലെ സ്വകാര്യ ആശുപത്രി, 2 ദിവസം മുന്നേ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിക്കുകയും തുടർ ചികിത്സ കുട്ടിക്ക് തുടരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ മറ്റ് തെളിവുകളുടെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ ഈ വിദഗ്ധ പരിശോധന, ആരോഗ്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിന്റെയും ഉൾപ്പെടെ വിദഗ്ധ പരിശോധന ഈ ഷോപ്പിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, എന്താ കാലപ്പഴക്കം തന്ന മരുന്നുകളുണ്ടോ എന്നൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സ്വാഭാവികം അതിന്റെ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കൈമാറുക, തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകേണ്ടത്. പക്ഷേ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു, അപകടനില തരണം ചെയ്തു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയുമാണ്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് യുവാവിനെ സുഹൃത്ത് കുത്തിക്കൊന്നു. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്തായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രജിത്ത് കോങ്ങാട് ചേരുകയാണ്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും വൈരാഗ്യമുണ്ടായിരുന്നോ? സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാകുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഈ മനുവും ഈ കൊല്ലപ്പെട്ട മനുവും കുത്തിയ വിഷ്ണുവും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊടുത്ത പണം തിരിച്ചു ചോദിച്ചതിന് വൈരാഗ്യമായി ഇന്നലെ ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാകുകയുണ്ടായിരുന്നു. തുടർന്നാണ് വിഷ്ണു കത്തിയെടുത്ത് മനുവിനെ കുത്തുകയും രാത്രി 1 മണിയോടുകൂടിയാണ് മനുവിനെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുകയും മരിക്കുകയും ചെയ്തത്. ഇത് രണ്ടുപേരും മറ്റേ അഞ്ചുമൂർത്തി മംഗലം സ്വദേശികളുമാണ്. രണ്ടുപേരും സുഹൃത്തുക്കളുമാണ്. ഈ മനുവിനെ കുത്തിയപ്പെടുത്തിയ ശേഷം വടക്കാഞ്ചേരി പോലീസ് വന്ന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ വിഷ്ണു കസ്റ്റഡിയിലുണ്ട്. വടക്കാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മനുവിന്റെ മൃതദേഹം
ഇന്നത്തെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം നടക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ശരി, പ്രജിത് കോങ്ങാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലഹരി കണ്ണികൾ പൊട്ടിക്കാൻ പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. മെൻസ് ഹോസ്റ്റലിൽ നിന്ന് 10 കിലോയോളം കഞ്ചാവ് പിടിച്ചു. 3 വിദ്യാർത്ഥികളെ പിടികൂടി. കഞ്ചാവ് ഉപയോഗം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് പോളിടെക്നിക് പ്രിൻസിപ്പൽ പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആജ്ഞ, നേരത്തെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതിയാണ്, എന്നിട്ടും പോലീസിൽ അല്ലെങ്കിൽ എക്സൈസിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതാണോ? എന്താണ് ഇത്തരത്തിൽ ഒരു 10 കിലോയുടെ ഒരു ശേഖരം ഒരു കുട്ടികൾ താമസിക്കുന്നതിന് ഹോസ്റ്റലിൽ ഉണ്ടാകാനുള്ള സാഹചര്യം? 10 അല്ലേ? 2 കിലോ ആണല്ലേ? 10 2 കിലോ ആണല്ലേ ആജ്ഞ, പുതിയ വിവരം അനുസരിച്ച്? അതെ, പുതിയ വിവരം അനുസരിച്ച് രഞ്ജിത്ത് 2 കിലോ കഞ്ചാവാണ്. അതായത് 9 ഗ്രാമാണ് മറ്റൊരു മുറിയിൽ നിന്നും പിടിച്ചെടുത്തത്. 1.9 കിലോയും 9 ഗ്രാമുമാണ്. ഈ 9 ഗ്രാം എന്നുള്ളത് ഇൻഫോം ചെയ്തപ്പോൾ തെറ്റിയതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കളമശ്ശേരി സർക്കാർ മെഡിക്കൽ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിലാണ് ഈ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ഹോളിയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഞ്ചാവ് അവിടെ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച പോലീസിനും ഡാൻസ് സംഘവും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിലേക്ക് പോയതെന്നാണ് തൃക്കാക്കര ACP ബേബി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് 3 വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കുറച്ച് വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ടുകൊണ്ട്, പരിശോധനാ സംഘത്തെ കണ്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മറ്റൊരു വിദ്യാർത്ഥി ആകാശിന്റെ മുറിയിൽ നിന്ന് ആണ് 1.9 കിലോ കഞ്ചാവ് പിടികൂടിയത്. എഫ്ഐആറിന്റെ പകർപ്പ് അനുസരിച്ചിട്ട്, എഫ്ഐആർ പറയുന്നതനുസരിച്ചിട്ട് 1.9 കിലോയും 9 ഗ്രാമുമാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 9 ഗ്രാം എന്നുള്ളത് നേരത്തെ പോലീസ് ഇൻഫോം ചെയ്തപ്പോൾ വരുത്തിയ പിഴമാണ് 10 കിലോയായി തെറ്റിദ്ധരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇത്ര അധികം കഞ്ചാവ് ശേഖരം ഹോസ്റ്റലിൽ നിന്നും പിടികൂടുന്നത്, അത് കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇത്ര അധികം കഞ്ചാവ് പിടികൂടുന്നത് ആദ്യമായിട്ടാണെന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നപ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ ചെറിയ 1-2 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു 5-6 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ചെറിയ ഒരു എമൗണ്ട് ലഹരി കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഈ പരിശോധന എത്തിയപ്പോഴാണ് ഈ 2 കിലോ എന്ന് പറയുന്നത് തന്നെ ലഹരി കേസുകളിൽ പെടുമ്പോൾ അത് വലിയ കേസ് തന്നെയാണ്. 1 കിലോയിലധികം കഞ്ചാവ് എന്ന് പറയുന്നത് ജാമ്യം ഇല്ലാത്ത വകുപ്പിൽ പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് മുഴുവൻ, അതല്ലെങ്കിൽ ഒരു വലിയ സംഘം, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘം ഹോസ്റ്റലിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ എന്ന് ഉള്ള കാര്യം കൂടിയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 7 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് പോലീസ് സംഘം കഞ്ചാവ് കണ്ടെത്തിയത്. പുലർച്ചെ 4 മണി വരെയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന നീണ്ടത്. അതുപോലെ കൊച്ചി നാർക്കോട്ടിക് സെൽ ACP അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചി പോളിടെക്നിക് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കഞ്ചാവ്, മയക്കുമരുന്ന്, പലതരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിന്റെ കണ്ടെത്തലൊക്കെ സമീപകാലത്തായി വല്ലാതെ കൂടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പോളിടെക്നിക് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത് എന്നുള്ളതാണ്. നേരത്തെ വിവരം അറിയാമെന്ന് അധ്യാപകനും പറയുന്ന സാഹചര്യമാണ് കൗതുകകരം. ഇതാണ് ആ കേസുമായി ബന്ധപ്പെട്ട FIR. ഇതാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കിലോ കഞ്ചാവ് എന്നാണ് മനസ്സിലാകുന്നത്. 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിയിലായത് എന്ന് വ്യക്തമാകുന്നു. കൂടുതൽ ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഉണ്ട്. അതനുസരിച്ച് ഉള്ള നീക്കങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും കരുതാം.
വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി ഇക്കാര്യം പങ്കുവച്ചത്. പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനില്ലെന്നും അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചു. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷമാണ് വെഞ്ഞാറമൂട് സംഭവത്തിൽ ജീവനോടെ അവശേഷിച്ച ഇര ഷെമി ആശുപത്രി വിട്ടത്. കൊടും ക്രൂരകൃത്യത്തിന് 23 വയസ്സുകാരനായ മൂത്ത മകൻ അഫാനെ പ്രേരിപ്പിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ വിവരിക്കുന്നതിനിടയിലാണ് ഭർത്താവ് അബ്ദുൾ റഹീമിനോട് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാർ 8 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി ഷെമി വെളിപ്പെടുത്തിയത്. റഹീമിൻ്റെ അറിവോടെ സെൻട്രൽ ബാങ്കിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയിരുന്നു. എന്നാൽ ഇതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഷെമിയും മകൻ അഫാനും ചേർന്ന് ബാങ്കിൽ തിരിച്ചടച്ചത്. ശേഷിച്ച പണം എന്ത് ചെയ്തെന്ന് അബ്ദുൾ റഹീമിൻ്റെ ചോദ്യത്തിന് ഭാര്യ വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. 8 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി തിരിച്ചടച്ചതിൻ്റെയും രേഖകൾ വെഞ്ഞാറമൂട് പോലീസ് ബാങ്കിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം അഫാൻ കൊലപ്പെടുത്താനായി ലക്ഷ്യമിട്ടിരുന്ന മറ്റ് 2 സ്ത്രീകളിൽ നിന്ന് തരപ്പെടുത്തിയ വായ്പ തിരിച്ചടയ്ക്കാൻ അബ്ദുൾ റഹീം നൽകിയ പണത്തിലെ ശേഷിച്ച തുക ഉപയോഗിച്ചതായാണ് പോലീസിന്റെ സംശയം. അതിനിടെ പേരമലയിലെ വീട്ടിലേക്ക് ഇനി താമസിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഷെമിയെ മാനസിക നില വീണ്ടെടുക്കുന്നതുവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്ന കാര്യമാണ് ബന്ധുക്കളും പോലീസും ചേർന്ന് ആലോചിക്കുന്നത്. കുടുംബത്തിലെ 5 പേരെ മൂത്ത മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം അറിയിച്ചെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഷെമി ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രന്യ റാവുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. കർണാടക ഹൈക്കോടതിയാണ് വിധി പറയുക. നേരത്തെ രന്യയെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി 24 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രന്യ ഹൈക്കോടതിയെ സമീപിച്ചത്. രന്യ റാവുവിന്റെ ഭർത്താവും ആർക്കിടെക്റ്റുമായ ജതിൻ ഹൂക്കേരിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നലെ ED, CBI, DRI എന്നിവയുടെ സംയുക്ത സംഘം പരിശോധന നടത്തിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റിന്റെ ഫണ്ടിനെ കുറിച്ചും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സ്വർണം അവസാനമായി വാങ്ങിയവരെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിവരികയാണ്. മാർച്ച് 3-നാണ് 12.56 കോടി രൂപ വിലയുള്ള സ്വർണവുമായി രന്യ ബംഗളൂരു വിമാനത്താവളത്തിൽ പിടിയിലായത്. 6 മാസത്തിനിടെ 27 തവണ ദുബായ് യാത്ര നടത്തിയിരുന്നു. ലഹരി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം കളമശ്ശേരിയിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് ശേഖരം പിടിച്ചു എന്നുള്ളതാണ്. കളമശ്ശേരി പോളിടെക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. മെൻസ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടിച്ചു. 3 വിദ്യാർത്ഥികളെ പിടികൂടി. കഞ്ചാവ് ഉപയോഗം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നാണ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പറയുന്നത്. ആജ്ഞ, കൂടുതൽ വിവരങ്ങൾ എന്താണ്? പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കൂടുതൽ ആളുകൾ പ്രതികളാകുമോ? രഞ്ജിത്ത്, ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, പത്തനംതിട്ട സ്വദേശി ആകാശ് എന്നിവർക്കെതിരെയാണ് ഡാൻസാർ സംഘം കേസെടുത്തിരിക്കുന്നത്. 3 വിദ്യാർത്ഥികളാണ് പിടിയിലായിട്ടുള്ളത്. മറ്റ് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയോട് തുടങ്ങിയ പരിശോധന ഇന്ന് രാവിലെ 4 മണിയോളം നീണ്ടു. 7 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് 1.9 കിലോ കഞ്ചാവും മറ്റൊരു മുറിയിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവും പോലീസിൻ്റെ ഡാൻസാർ സംഘത്തിൻ്റെ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഈ ഹോസ്റ്റലിൽ ഇത്തരം ഉപയോഗങ്ങളുണ്ടായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് നയിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും നിമിഷങ്ങളിലും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോളിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു വലിയ പരിശോധന നടക്കുന്നതും അല്ലെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് കഞ്ചാവ് പോളിടെക്നിക് ഹോസ്റ്റലിൽ കൊണ്ടുവരുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ ലഹരി വേട്ടയോടനുബന്ധിച്ച്
കൊച്ചിയിൽ പോലീസ് നടത്തി വരുന്ന പരിശോധനയുടെ ഭാഗമായി തന്നെ പരിശോധന ആക്കിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് നിരവധി ഇടങ്ങളിൽ നിന്നും കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരി ഉൾപ്പെടെയുള്ള പിടികൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏലൂരിൽ നിന്നും കഞ്ചാവ് പിടികൂടിയെന്നൊരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും അതിൻ്റെ വിവരങ്ങൾ എത്ര എമൗണ്ട് കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളതെന്നുള്ള വിവരങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി തുടങ്ങിയ പരിശോധന ഇന്ന് രാവിലെ 4 മണി വരെ നീണ്ടു എന്നുള്ളതാണ്. അത് രഹസ്യവിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പോളിടെക്നിക് ഗവൺമെൻറ് ഹോസ്റ്റലിനുള്ളിൽ മെൻസ് ഹോസ്റ്റലിനുള്ളിൽ ഈ പരിശോധന നടത്തുന്നതും ഈ കഞ്ചാവ് ശേഖരം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വലിയ എമൗണ്ട് കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഈ ഒരു 2 കിലോ എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റലിലെ എത്ര ആളുകൾ അതിന് അടിമയാണ് അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാണ് എന്നുള്ള ഒരു ആശങ്ക കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പോലീസ്. കാരണം ഇത്ര വലിയ ഒരു എമൗണ്ട് പിടികൂടുക അതും ഹോസ്റ്റൽ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിന് മുന്നിലാണുള്ളത്. എന്തായാലും വരും നിമിഷങ്ങളിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം. 3 പേരാണ് ഇപ്പോൾ പ്രതികളായുള്ളത്. കൂടുതൽ പേർക്കായുള്ള അന്വേഷണം തുടരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കും ന്യൂസ് 18 വരും ബുള്ളറ്റിനുകളിൽ. രാവിലെ പൂർണ്ണമാകുന്നു.